അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ രണ്ട് ഖബറിന്റെ അരികിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിൽ സ്വഹാബികളോട് പറയുകയുണ്ടായി, ഈ ഖബറിൽ കിടക്കുന്ന രണ്ടാളുകൾ അവർ ഇപ്പോൾ ഖബർ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. വലിയ തിന്മകൾ ചെയ്തതുകൊണ്ടല്ല, മറിച്ച് അവരുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ രണ്ട് തിന്മകൾ ഉണ്ടായിരുന്നു. ആ തിന്മകളുടെ കാരണത്താലാണ് അവർ ഇപ്പോൾ ഖബറിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വഹാബികളായ ആളുകൾ ചോദിച്ചു, പ്രവാചകരെ, അവർ ചെയ്ത തിന്മകൾ എന്തൊക്കെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറയുകയാണ്, അതിലൊരാൾ മലമൂത്ര വിസർജനം നടത്തിയാൽ ശരിയായ രൂപത്തിൽ വൃത്തിയാക്കുമായിരുന്നില്ല, അതുകൊണ്ട് അയാൾ ഖബറിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ വ്യക്തി ഏഷണയും പരദൂഷണവും പറഞ്ഞ ആളുകളുടെ പച്ചമാംസം തിന്ന് അങ്ങനെ ആളുകളുടെ കുറ്റവും കുറവും നോക്കി അങ്ങനെ നടന്നിരുന്ന ഒരാളാണ്. ഇതൊക്കെ ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിസ്സാരമായി കാണുന്ന രണ്ട് കാര്യങ്ങളാണ്. പക്ഷെ അത് ശരിയായ രൂപത്തിൽ നമ്മൾ നിർവഹിച്ചിട്ടില്ലെങ്കിൽ, മലമൂത്ര വിസർജനം നടത്തിയിട്ട് കൃത്യമായിട്ട് വൃത്തിയാക്കിയിട്ടില്ല എങ്കിൽ അത് ഖബർ ശിക്ഷയ്ക്ക് കാരണമാകുന്നതാണ്. ഒരാളെ പറ്റി അങ്ങനെ ഇല്ലാത്തത് പറയുക, ആളുകളുടെ കുറ്റവും കുറവും അന്വേഷിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുക, അങ്ങനെ ഏഷണിയും പരദൂഷണമൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുക, അങ്ങനെ ചെയ്യുന്ന ആളുകൾക്കും ഖബറിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നതാണ്. ഈ രണ്ട് തിന്മകളും, ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. വളരെയധികം സൂക്ഷിക്കുക. അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.